കാത്തിരുന്ന് വളയിക്കാപ്പ് പരിപാടി ഇങ്ങ് എത്തി. പക്ഷെ വീടിന്റെ കാര്യത്തിൽ ഇനി ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. ഓരോ മുക്കിലും മൂലയിലും നല്ല അഴുക്കുണ്ട്. വീടാണെങ്കിൽ നല്ല മെസ്സും. അപ്പം മമ്മീനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് വൃത്തിയാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരാളെ വിളിച്ച് മാത്രം നമുക്ക് പണി തീർക്കാനും പറ്റില്ല. സോ ഞാൻ ആദ്യം വിളിച്ചത് ജേഗാർഡ് സർവീസിനാണ്. അവർ വന്നത് എവിടേക്കോ വലിഞ്ഞു കയറി എല്ലാം മുക്ക് മൂലം വരിച്ചു വെറുക്കുന്നുണ്ട് കേട്ടോ. റൂമിന്റെ ബെഡ്ഷീറ്റ് എല്ലാം മടക്കിയിട്ടിട്ടാണ് അവർ ക്ലീനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോട്ടോ ഫ്രെയിം അടക്കം എല്ലാം തൂത്ത് വരുന്നുണ്ട്. AC ക്ലീനിങ് ആണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത്. ഇത്രയും അഴുക്ക് ഞാൻ ശ്വസിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ ചെറിയ ബ്രേക്കൊക്കെ എടുക്കുന്നുണ്ട്. വാവയ്ക്ക് ഫുഡൊക്കെ ഇടയ്ക്ക് കൊടുക്കണമല്ലോ. അപ്പൊ അവരുടെ പണി അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അലമാരിയുടെ മേളിലൊക്കെ നമ്മൾ ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. അവരതിന്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഫാൻ എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യുന്നു. സോഫ 10-20 കൊല്ലം പഴക്കമുണ്ട്, അതുവരെ അവർ കുളിപ്പിച്ചെടുത്തു. അതുപോലെ ബെഡും ഇസേട ഞങ്ങളുടെ പൂച്ചയുടെ ബെഡും അവർ ക്ലീൻ ചെയ്തു. ഫാൻ കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ, വിൻഡോ, എക്സോസ്റ്റർ, ഗ്യാസ് സ്റ്റൗ എല്ലാം അവരുടെ കൈകൾ എത്തുന്നുണ്ട്. അപ്പൂസിന്റെ അക്വേറിയം വരെ അവർ വെറുതെ വിട്ടില്ല, അതുവരെ തൂത്ത് വൃത്തിയാക്കി. ഫ്ലോർ ക്ലീനിങ് ഒക്കെ നമ്മൾ പൊതുവെ മോപ്പ് ചെയ്തെടുക്കാറാണ് പതിവ്. പക്ഷെ ഇവർ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കുന്നത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞ് വാക്വം വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പൊടി പോലും ആ ഫ്ലോറിൽ ഉണ്ടായിരുന്നില്ല. ഈവനിങ് ഒരു 5 PM ആയപ്പോഴത്തേക്കും അവരുടെ വർക്കൊക്കെ കഴിഞ്ഞ് അവർ ബൈ ബൈ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻക്ലൂഡിങ് വാഷ്റൂംസ്, ബെഡ്റൂംസ്, ഹാൾസ്, കിച്ചൺ, സിറ്റ് ഔട്ട് എല്ലാം അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങി എന്ന് പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും വളയക്കാപ്പ് ഫംഗ്ഷന് ഗസ്റ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല. ബൈ ബൈ.